ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാത്രിയാണ്. കുറച്ച് നേരത്തെ ട്രംപിൻ്റെ ഒരു പ്രസ്താവന കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചിട്ട് നമുക്ക് പ്രീ മാർക്കറ്റ് തുടങ്ങാം. ഇന്ന് രാത്രി മുഴുവൻ ഒരു നാഗരികത മരിക്കും, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് സംഭവിക്കും. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് പൂർണ്ണവും സമ്പൂർണവുമായ ഭരണമാറ്റം ഉണ്ട്. അവിടെ വ്യത്യസ്തവും ബുദ്ധിപരവും കുറഞ്ഞതുമായ സമൂലവൽക്കരണമുള്ള മനസ്സുകൾ നിലനിൽക്കും. ഒരുപക്ഷെ വിപ്ലവകരവും അത്ഭുതകരവുമായ എന്തെങ്കിലും സംഭവിക്കാം, ആർക്കറിയാം. ലോകത്തിൻ്റെ ദീർഘവും സങ്കീർണവുമായ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്ന് ഇന്ന് രാത്രി നമുക്ക് കണ്ടെത്താനാകും. 47 വർഷത്തെ വളച്ചൊടിക്കൽ, അഴിമതി, മരണം എന്നിവ ഒടുവിൽ അവസാനിക്കും. ഇറാനിലെ മഹാന്മാരായ ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാണ് ട്രംപ് അവസാനമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ട്രംപ് എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇറാന് കൊടുത്തിരിക്കുന്ന സമയം നാളെ പുലർച്ചെ, ഇന്ത്യൻ സമയം നാളെ പുലർച്ചയോടുകൂടിയാണ് അവസാനിക്കുന്നത്. അപ്പം ആ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ട്രംപ് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു നാശത്തിലോട്ട് ട്രംപ് ഈ ലോകത്തിന് നയിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇപ്പോഴത്തെ വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഡൗൺ ആണ്. ഏകദേശം ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 182 പോയിൻ്റ് അടുപ്പിച്ച് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. നസ്ഡാക്ക് 325 പോയിൻറ്റും, ഡൗ ജോൺസ് 372 പോയിൻറ്റും, S&P 59 പോയിൻറ്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ക്രൂഡ് ഓയിൽ വിലയൊക്കെ എന്ന് പറയുന്നത് കുതിച്ച് കയറുന്നുണ്ട്. ഏകദേശം 4.5% ക്രൂഡ് ഓയിൽ വില ഇന്ന് കയറിയിട്ടുള്ളത്. $117.54 ഒരു ബാരലിന് ട്രേഡ് ചെയ്യുകയാണ്. ബ്രൻഡ് ക്രൂഡും $111 മുകളിൽ ട്രേഡ് ചെയ്യുകയാണ്. എന്തായാലും വീണ്ടും ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കണം ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ കുതിച്ചു കയറുന്നത്. എന്തായാലും ഇന്നൊരു രാത്രിയോടുകൂടി പല കാര്യങ്ങളിലും തീരുമാനമാകുമെന്ന് തോന്നുന്നു. വേൾഡ് മാർക്കറ്റൊക്കെ വളരെ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇന്ത്യൻ മാർക്കറ്റും വലിയൊരു നെഗറ്റീവായിട്ട് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. എങ്കിലും നാളെ വെളുപ്പിനെ ഏകദേശം എനിക്ക് 5 മണിക്കാണെന്ന് തോന്നുന്നു ട്രംപിൻ്റെ പ്രസ്താവന വരുന്നത്. ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിക്കവർ ആവാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്.